السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം വിശദീകരിച്ചത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക ലോകത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഫിത്നകളെ സംബന്ധിച്ചും അവസാനം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിൽ കലാശിച്ച ആ മഹാ ഫിത്നകളെ സംബന്ധിച്ചുമൊക്കെ പഠിക്കുന്നതിൽ വിശ്വാസികളായ ആളുകൾക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ചരിത്രത്തിൽ നിന്ന് ചില ഇബറത്തുകൾ, ചില ഗുണപാഠങ്ങൾ ആ വിഷയത്തിലൊക്കെ ഓരോ മുസ്ലിമിനും പഠിക്കാനുണ്ട്. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ സഹാബിയാണെങ്കിലും തന്റെ പരലോകത്തെ സംബന്ധിച്ച് വലിയ ആശങ്കയും വലിയ ഭയപ്പാടോടും കൂടി തന്നെയാണ് ഈ സഹാബിമാരൊക്കെ തന്നെയും ജീവിച്ചിട്ടുള്ളത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, കാന ഉസ്മാൻ ഇദാ വഖഫ അലൽ ഖബ്രി ബക. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഒരു ഖബർ സന്ദർശിക്കുകയാണെങ്കിൽ
ഏതെങ്കിലും ഒരു ഖബറിന്റെ അടുക്കൽ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം കരയുമായിരുന്നു. ഹത്താ തബുല്ല ലഹിയതഹു, അദ്ദേഹത്തിന്റെ നീണ്ട താടിരോമങ്ങൾ നനയുമാറ് തന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന് അദ്ദേഹം ഖബറിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് കരയുമായിരുന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയാണ്, തദ്കുറുൽ ജന്നത വന്നാർ ഫലാ തബ്കി വതബ്കി മിൻ ഹാദാ, സ്വർഗത്തെ സംബന്ധിച്ചും നരകത്തെ സംബന്ധിച്ചുമൊക്കെ താങ്കൾ ഓർക്കുമ്പോൾ കരയാത്ത വിധം ഖബറുമായി കൊണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർക്കുമ്പോൾ, അതല്ലെങ്കിൽ ഖബറിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ താങ്കൾ എന്തുകൊണ്ടാണ് കരയാൻ കാരണം? ഇത് കേട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ് എന്നെ കരയിപ്പിക്കുന്നത്. എന്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ, ഖബർ എന്ന് പറഞ്ഞാൽ അത് പരലോകത്തേക്കുള്ള ഭവനങ്ങളിലെ ഒന്നാമത്തെ ഭവനമാണ്. ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസർ, ആ ഖബറിന്റെ ശിക്ഷയിൽ നിന്നും അതിന്റെ പ്രയാസങ്ങളിൽ നിന്നും ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അതിനുശേഷം വരാനിരിക്കുന്ന അതിനേക്കാൾ എളുപ്പമുള്ളതായിരിക്കും. വഇല്ലം യൻജു മിൻഹു, ഇനി ആ ഖബറിന്റെ ഭയാനകതയിൽ നിന്ന്, ഖബറിന്റെ പ്രയാസങ്ങളിൽ നിന്ന് ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നില്ലെങ്കിലോ ഫമാ ബഅദഹു അശദ്ദു മിൻഹു, ആ ഖബറിന്റെ ശേഷം ആ മനുഷ്യന് വരാനിരിക്കുന്നത് അതിനേക്കാൾ ഭീകരമായ, അതിനേക്കാൾ പ്രയാസകരമായ കാര്യമാണ് ആ മനുഷ്യന് വരാനിരിക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുകയാണ്, മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ളു മിൻഹു, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണിക്കപ്പെട്ടിട്ടില്ല, അതിലേറ്റവും മോശമായ, ഏറ്റവും ഭീകരമായ കാഴ്ച ഞാൻ കണ്ടിട്ടുള്ളത് ഖബറുമായി കൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിക്കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖബറിനെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നത് എന്ന് സ്വർഗമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനാവ് കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിടത്തോളം ഒരു സ്വർഗവാസിയായതുകൊണ്ട് തന്നെ ഖബർ ജീവിതവും അതിനുള്ള ശേഷമുള്ള ജീവിതമൊക്കെ ഒരു പ്രയാസവുമില്ലാതെ അള്ളാഹു അദ്ദേഹത്തിന് നൽകും. ഇത് പ്രവാചകന്റെ ഹദീസാണ്. പക്ഷെ എന്നിട്ട് പോലും തങ്ങളുടെ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി വല്ലതും സംഭവിക്കുമോ എന്ന വലിയ ആശങ്കയിലും ഭയപ്പാടിലും തന്നെയാണ് ആ സഹാബിമാരൊക്കെ തന്നെയും ജീവിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് വലിയ ഗുണപാഠമുണ്ട്. സ്വർഗമുണ്ടെന്ന് യാതൊരു ഉറപ്പും കിട്ടിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഈമാന് തന്നെ പൂർണ്ണമാണോ എന്ന് ഉറപ്പില്ലാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകന്റെ സഹാബത്തിൽ നിന്ന്, അവിടുത്തെ ജീവിതത്തിൽ നിന്ന് വലിയ പാഠങ്ങളുണ്ട്. സ്വർഗമുറപ്പാണെന്ന് പിശാച് നമ്മളൊക്കെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് പലപ്പോഴും നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മവിശ്വാസം ആവശ്യമാണ്. പക്ഷേ അമിതമായ ആത്മവിശ്വാസം കാരണം അമലിൽ നിന്ന് എനിക്കൊക്കെ സ്വർഗം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കാ കിട്ടുക? അത്രക്ക് നിസ്കരിച്ചാൽ മതി. ഞാൻ 3 നേരമെങ്കിലും പള്ളിക്ക് വരുന്നുണ്ടല്ലോ, ഒറ്റ നേരം പള്ളിക്ക് വരാത്തത്ര ആൾക്കാരുണ്ട് ഇവിടെ. അങ്ങനെ ജുമാക്കെങ്കിലും പള്ളി വരുന്നുണ്ടല്ലോ, ജുമാക്കും പള്ളി വരാത്തത്ര ആൾക്കാരുണ്ട് ഇവിടെ. ഞാൻ ഫർളല്ലൊക്കെ നിസ്കരിക്കുന്നുള്ളൂ, സുന്നത്തല്ല നിസ്കരിക്കാത്തുള്ളൂ, അത് നിസ്കരിക്കാത്ത ആൾക്കാർ എത്ര ഉണ്ട് ഇവിടെ എന്നൊക്കെ തന്നേക്കാൾ താഴെക്കിടയിലുള്ള ആളുകളിലേക്ക് ദീനിന്റെ കാര്യങ്ങളിൽ നോക്കി പലതും ദീനിന്റെ കാര്യങ്ങൾ ഒഴിവാക്കുന്ന ഒരു പ്രവണത സഹോദരന്മാരെ ഇന്ന് വിശ്വാസികൾ വളരെ വ്യാപകമാണ്. അതുകൊണ്ട് സ്വർഗത്തിന്റെ വിഷയത്തിൽ ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ പോലും ആ അവസരങ്ങൾ സ്വർഗത്തിന് വേണ്ടി മുതലാക്കുന്നതിൽ റസൂലുള്ളാഹിന്റെ സഹാബത്ത്, പ്രത്യേകിച്ചും സ്വർഗമുണ്ടെന്ന് പ്രവാചകൻ പഠിപ്പിച്ച ആ സഹാബത്ത് ഒരിക്കലും അമാദം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ജീവിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് സ്വർഗമുണ്ടെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ തന്നെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരുപാട് പ്രയാസമുണ്ടാകുമെന്ന് മാത്രമല്ല, താങ്കളുടെ ഖിലാഫത്ത് താങ്കളിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ വേണ്ടി ആളുകൾ ശ്രമിക്കും.
ഒരിക്കലും താങ്കൾ അത് ഒഴിവായി കൊടുക്കരുത്. അത് പ്രവാചകൻ തന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്. യാ ഉസ്മാൻ ലഅല്ലല്ലാഹ് അൻ യുഖസ്സിമക ഖമീസൻ, അല്ലയോ ഉസ്മാൻ, താങ്കൾ അല്ലാഹു ഒരു കുപ്പായം അണിയിപ്പിച്ചേക്കും. ഏതാണ് കുപ്പായം? അത് ഖിലാഫത്തിന്റെ കുപ്പായമാണ്. ഫൈൻ അറാദുക ഖൽഅഹു, എന്നാൽ താങ്കളുടെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഫിത്നയിൽ ആ കുപ്പായം താങ്കളിൽ നിന്ന് അഴിപ്പിക്കാൻ അവർ ഉദ്ദേശിക്കും. ഫലാ തഖല, താങ്കൾ ഒരിക്കലും ആ കുപ്പായം അഴിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ, താങ്കളുടെ ഖിലാഫത്ത് മോഹിച്ചുകൊണ്ട്, ആ അധികാരം മോഹിച്ചുകൊണ്ട് താങ്കൾക്ക് നേരെ വരുന്ന ആളുകളുണ്ടാകും. അതേത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക ഭരണാധികാരികൾക്കെതിരെ തിരിയ, ആ ഭരണകൂടത്തെ മറിച്ചിടാൻ വേണ്ടി ഗൂഢതന്ത്രങ്ങൾ പയറ്റുക, എന്നിട്ട് അതിന് മുല്ലപ്പൂ വിപ്ലവമെന്നും അതുപോലെ തന്നെ വേറെന്തെങ്കിലും വിപ്ലവം എന്ന് പറഞ്ഞ് ആർമാദിച്ച് ഇസ്ലാമിക രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഖവാരിജിന്റെ പിൻഗാമികൾ, അന്ന് ഖവാരിജ് വന്നു, അവരുടെ പിൻഗാമികൾ ഇന്നുണ്ട്. ഇത് ഏത് കാലഘട്ടത്തിലുണ്ടാകും. അങ്ങനെ വന്നാൽ ഇസ്ലാമിക ഭരണാധികാരികളുടെ റസൂലുള്ളാഹിയുടെ നിർദ്ദേശം എന്താണ്? ഫലാ തഖ്ല, താങ്കൾ ഒരിക്കലും അത് അഴിച്ചു കൊടുക്കാൻ പാടില്ല. പ്രവാചകൻ പറഞ്ഞ അക്ഷരം പ്രതി ഉണ്ടായി. ഞാൻ കഴിഞ്ഞ സൂചിപ്പിച്ചതുപോലെ അബ്ദുല്ലാഹി ഇബ്നു സബഇ എന്ന് പറയുന്ന ഒരു ജൂതനായ മനുഷ്യൻ, അയാൾ മുസ്ലിമായിക്കൊണ്ട് രംഗത്ത് വന്നു. എന്നിട്ട് മദീനയിൽ അല്ല അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഇസ്ലാമിക ചരിത്രം പഠിക്കുമ്പോൾ, സഹാബത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, ഇസ്ലാമിക സമൂഹത്തിനുണ്ടായ ഫിത്നകളെ പഠിക്കുമ്പോൾ അത് ഏത് കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ സാധാരണ പറയാറുണ്ട്, ചരിത്രത്തിൽ പുതുതായി കൊണ്ടൊന്നും സംഭവിക്കുന്നില്ല, ചരിത്രം ആവർത്തിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ കഴിഞ്ഞ കാലഘട്ടത്തിലുള്ളതിന്റെ പുതിയ വേർഷൻ വരാന്നല്ലാതെ പുതിയ സംഭവങ്ങളൊന്നും ഉണ്ടാവൂല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞ ഹദീസിൽ കാണാം, അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാ അർ-റാഷിദീൻ അൽ-മഹ്ദിയീൻ, നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം, എന്റെ ഖുലഫാഇന്റെയും സുന്നത്ത് മുറുകെ പിടിക്കണം. ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഖുലഫാ അർ-റാഷിദിന്റെ സുന്നത്ത്, പിന്നെ ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ഹിജ്റ 40 വരെയുള്ള വർഷമാണ്. ആ 40 വർഷത്തിനിടക്ക് മുസ്ലിം ലോകത്തിന് സംഭവിക്കാനുള്ള എന്തൊക്കെ ഫിത്നകളുണ്ടോ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ ഫിത്നകളോട് ഖുലഫാ റാഷിദ് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്, അതാണ് ഇനി നിങ്ങൾക്ക് സ്വീകരിക്കാനുള്ളത്. അതുകൊണ്ടാണ് എന്റെയും എന്റെ ഖുലഫാവിന്റെയും സുന്നത്ത് സ്വീകരിക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിക്കാൻ കാരണം. അന്നില്ലാത്തൊരു ഫിത്ന ഇന്നില്ല. എത്രയെന്ന് ചോദിച്ചാൽ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ ജെൻഡറിന്റെ വിഷയം, അഥവാ ആണും കല്യാണം കഴിക്കുന്ന, പെണ്ണും കല്യാണം കഴിക്കുന്ന വിഷയം വരെ അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കത് പുതിയ വിഷയമല്ല. അതുകൊണ്ടാണ് എന്റെ സുന്നത്തും ഖുലഫാവിന്റെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കാൻ കാരണം. അത്രേ ഇനി പുതിയതുണ്ടാകാൻ പോകുന്നുള്ളൂ. അതേപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു സബഇന്റെ നേതൃത്വത്തിൽ ആളുകൾ രംഗത്ത് വന്നിട്ട് ആദ്യം അവർ ചെയ്ത പണി എന്താണ്? ഇസ്ലാമിക ഭരണാധികാരികൾക്കെതിരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക ജനങ്ങൾക്കിടയിൽ. ഏത് കാലഘട്ടത്തിലും അങ്ങനെ തന്നെ ഫിത്ന തുടങ്ങുന്നത്. അതൊരു സംഘടനക്കുള്ളിലാണെങ്കിലും, ഒരു പ്രസ്ഥാനത്തിനുള്ളിലാണെങ്കിലും, ഇനി എവിടെയാണെങ്കിലും, കുടുംബത്തിനുള്ളിലാണെങ്കിലും, എവിടെ ആദ്യം ഫിത്ന ഉണ്ടായാലെങ്ങനെ? അയാൾ മോശാട്ടോ, അയാൾ ശരിയാവില്ല. അല്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം, ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഖലീഫയെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത കളവുകൾ, ജനങ്ങൾ വിശ്വസിക്കുമെന്ന് തോന്നുന്ന രീതിയിൽ കളവുകൾ പ്രചരിപ്പിക്കുക. ഇതെവിടെ തുടങ്ങിയത്? മദീനയിൽ നിന്ന്. മദീനയിലാണ് അധിക സഹാബത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സഹാബത്ത് അധികമില്ലാത്ത മിസ്റിലും അതുപോലെ തന്നെ സിറിയയിലും ഇറാഖിലൊക്കെ പോയിട്ട് അവിടെ ഫിത്ന തുടങ്ങും. എന്നിട്ട് മദീനയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിനെ സംബന്ധിച്ച് വലിയ ഫിത്ന ഉണ്ടാക്കി. ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഈ ഫിത്ന എവിടുന്നാ തുടങ്ങുക ചോദിച്ചാൽ, ഇൽമില്ലാത്തവരുന്നാണ് ഫിത്ന തുടങ്ങാം. ഇസ്ലാമിക വിജ്ഞാനങ്ങളെ സംബന്ധിച്ച് ശരിയായ ധാരണയില്ലാത്ത ആളുകളെയാണ് വേഗത്തിൽ ഫിത്ന അകപ്പെടുത്താൻ സാധിക്കുക. അതുകൊണ്ടാണ് മദീനയിൽ തുടങ്ങാതെ മദീനക്ക് പുറത്തു പോയി തുടങ്ങി. കാരണം മദീനയിൽ ഇൽമുള്ളവരാണ്, റസൂലുള്ളാഹിന്റെ സഹാബത്ത് ഇൽമുള്ളവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ കൂടെ പിന്നെ അവരുടെ കൂടെ ജീവിക്കുന്നവർക്കും ആ സഹാബത്തിന്റെ സ്വഹബത്തുണ്ട്. ഇതൊന്നുമില്ലാത്ത മിസ്റിലും അതുപോലെ തന്നെ ഷാമിലും ഇറാഖിലൊക്കെ പോയിട്ട് ഫിത്ന തുടങ്ങി. എന്താ ഫിത്ന? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആരോപണങ്ങൾ. എത്രത്തോളം ചോദിച്ചാൽ പൊതുജനങ്ങൾപ്പെട്ട ആളുകൾ അദ്ദേഹത്തിന്റെ അവരുടെ ഫിത്ന അകപ്പെട്ടു എന്ന് മാത്രമേ. ഒരിക്കൽ ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് ചില ആളുകൾ വന്നു. ഇബ്നു ഉമറിന്റെ അടുക്കൽ മക്കയിലുള്ള ആളുകൾ അവർ ദീൻ പഠിക്കാൻ വേണ്ടി ഹജ്ജിന്റെ മിനയുടെ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ കൂടെ അങ്ങനെ കൂടിയിരിക്കുകയാണ്.
അപ്പൊ ഇറാഖിൽ നിന്നുള്ള കുറച്ച് ആൾക്കാർ ഇതിലൂടെ പോയി. മിനയിലാണ്, ഹജ്ജിന്റെ സന്ദർഭത്തിലാണ്. അപ്പൊ ആരാണ് ആ കൂടിയിരിക്കുന്ന ആളുകൾ? അവർ ചോദിച്ചു, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ശരി, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കിട്ടിയ ചാൻസല്ലേ 3 കാര്യങ്ങൾ ചോദിക്കാമെന്ന് വിചാരിച്ചു. കാരണം അവരുടെ നാടുകളിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്ന 3 ഗുരുതരമായ ആരോപണങ്ങൾ. ആ ആരോപണത്തിന്റെ വസ്തുത എന്താന്നുള്ളത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാലോ. അവർ ചോദിച്ചു, ഒന്നാമത്തെ ആരോപണം എന്താ? ഹൽ ഷഹീദ ബദറൻ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തിട്ടുണ്ടോ? അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇല്ല. അതുപോലെ തന്നെ ഉഹദ് യുദ്ധത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിരണ്ടോടി യുദ്ധക്കളം വിട്ട് ഓടിയിട്ടുണ്ടോ? അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നഅം, അതേ ഉണ്ട്. ബൈഅത്തുർ റിദ്വാൻ, ഇസ്ലാമിൽ വിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ബൈഅത്താണ് ബൈഅത്തുർ റിദ്വാൻ. ഇത് യുബായിഉനക തഹ്ത അഷ്ജറ. ആ ബൈഅത്തുർ റിദ്വാനിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ടോ? അപ്പോഴും അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇല്ല. ഈ പറഞ്ഞ വ്യക്തി അത് സന്തോഷം കൊണ്ട് അല്ലാഹു അക്ബർ തുള്ളിച്ചാടുകയാണ്. കാരണം തന്റെ നാട്ടിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് പറഞ്ഞു കേട്ട ആരോപണങ്ങൾ മുഴുവനും ശരിയാണല്ലോ. കാരണം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് ഈ 3 ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ഖവാരിജികളായ ആളുകൾ നാടുകൾ പരത്തിയത്. അത് റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച സഹാബിയ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ശരിപ്പെടുത്തുന്നു, സത്യമാണ് ഞങ്ങൾ കേട്ടത്. അദ്ദേഹം സന്തോഷം കൊണ്ട് അല്ലാഹു അക്ബർ പറഞ്ഞു. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ പോകാനായിട്ടില്ല, ഇത് നിങ്ങൾ കേട്ട ആരോപണങ്ങളാണ്, എന്നാൽ ഇതിന്റെ വസ്തുത കൂടി കേൾക്കണം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇത് ഞാൻ പറയുമ്പോൾ ശരി ഒരു കാര്യം സാന്ദർഭികമായിട്ട് പറയാൻ, നമ്മളൊക്കെ പലപ്പോഴും പല ആരോപണങ്ങൾ കേട്ടിട്ടുണ്ടാകും. സമൂഹത്തിൽ പലരും ആരോപണങ്ങൾ എഴുതിടുമ്പോൾ അതിന്റെ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് അങ്ങോട്ട് പ്രചരിപ്പിക്കാൻ അതിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ്. അങ്ങനെ ആരോപണങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ പറയാം, ചരിത്രം ആവർത്തിക്കുകയുള്ളൂ. ഏത് കാലഘട്ടത്തിലും കളവുകൾ പ്രചരിപ്പിച്ചും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ആളുകൾക്ക് ഫിത്ന ഉണ്ടാക്കാൻ, ഖുർആൻ സുന്നത്ത് ഓതി ഫിത്ന ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. കളവ് പറയാ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് 3 കാര്യങ്ങൾ പറഞ്ഞു, ശരിയാണ്. അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടില്ല. അതിന് കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ രോഗിയായി കിടക്കുമ്പോഴാണ് ബദർ യുദ്ധമുണ്ടാകുന്നത്. ആ രോഗിയായി കിടക്കുന്ന മകളെ പരിചരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി അനുവാദം കൊടുക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ബദറിലേക്ക് പോരാതിരുന്നത്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദരീങ്ങളിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയും ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് കിട്ടിയ ഗനീമത്ത് സ്വത്തിൽ നിന്ന്, യുദ്ധാർത്ഥി സ്വത്തിൽ നിന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതും കൂടി നിങ്ങൾ ആരോപണത്തിന് കൂടെ കേൾക്കണം. ഒരു ആരോപണത്തിന് വസ്തുത കേൾക്കാൻ മറുപടി നിൽക്കാൻ നിൽക്കില്ല. ആരോപണം കേട്ട് സത്യമാണെന്ന് ശരി. അതുകൊണ്ടാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുക്കാതിരുന്നത്. ഈ രണ്ടാമത്തെ കാര്യം എന്താ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉഹദിൽ നിന്ന് ഓടിപ്പോയിട്ടുണ്ട്. ശരിയാണ്, ഓടിപ്പോയിട്ടുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മാത്രമല്ല ഓടിപ്പോയത്, അവിടെയുള്ള 7 സഹാബിമാരല്ലാത്ത എല്ലാവരും ഓടിപ്പോയിട്ടുണ്ട്. കാരണം ആ യുദ്ധത്തിന്റെ പ്രതിസന്ധി അത്രയും ബീഭത്സമായിരുന്നു. എന്നാൽ ആ ഓടിപ്പോയവരെ സംബന്ധിച്ച് എന്താ അള്ളാഹ് പറഞ്ഞു? വലഖദ് അഫാ അൻകും, അള്ളാഹ് നിങ്ങൾക്ക് ആ കുറ്റം പുറത്തു തന്നിട്ടുണ്ട്. പടച്ചോൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. ഇത് സൂറത്ത് ആൽ ഇംറാൻ 152-ാമത്തെ ആയത്തിൽ കാണാം. അപ്പൊ അള്ളാഹു പുറത്തു കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ചാണോ നിങ്ങൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് ആരോപണം പറയുന്നത്? ഇനി 3-ാമത്തെ കാര്യം എന്താ? ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തിട്ടില്ല. ശരിയാണ്. കാരണം ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുക്കണമെങ്കിൽ അത് നടക്കുന്ന സ്ഥലത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇല്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ മക്കയിലേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി നിയോഗിച്ച ഘട്ടത്തിലാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അഭാവത്തിലാണ് ഈ ബൈഅത്തുർ റിദ്വാൻ നടക്കുന്നത്. എന്ന് മാത്രമല്ല, ആ ബൈഅത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വേണ്ടി സ്വന്തം കൈകൾ, തന്റെ വലത്തെ കൈ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു, ഹാദിഹി യദുൻ ഉസ്മാൻ, ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി എന്റെ കൈയാണ് എന്ന് റസൂലുള്ളാഹിന്റെ വലത്തെ കൈ റസൂൽ പൊന്തിച്ചത്. ഇടത്തെ കൈയിനേക്കാൾ ശ്രേഷ്ഠത വലത്തെ കൈ ഉണ്ടല്ലോ. ഇതിന് വലത്തെ കൈ പൊന്തിച്ച് റസൂൽ പറഞ്ഞു, തന്റെ ഇടത്തെ കൈയിൽ പിടിച്ചിട്ട് ഇത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ബൈഅത്താണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തതിന്റെ പുണ്യം ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉണ്ട്.
ഇങ്ങനെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു. ഈ കള്ളവാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ അതിന്റെ വസ്തുത എന്താണെന്ന് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാറില്ല, അല്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കാറില്ല. സഹോദരന്മാരെ, ഇത് നമ്മുടെ നാട്ടിലും ഏത് കാലഘട്ടത്തിലുണ്ടാകുന്ന ഫിത്തനയാണ്. അപ്പൊ ഒരു ഫിത്തന നടക്കുമ്പോൾ ആരോപണങ്ങൾ മാത്രമല്ല, ആ ആരോപണങ്ങളുടെ വസ്തുത എന്താണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ആ ഫിത്തനകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. എത്രത്തോളം ചോദിച്ചാൽ, ഈ കലാപകാരികൾ മദീനയെ ലക്ഷ്യമാക്കി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്നറിയോ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ സീല്, ഖലീഫക്ക് ഒരു സീൽ ഉണ്ടാവുമല്ലോ, ആ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ പേരിൽ കള്ള സീലുണ്ടാക്കി, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ പേരിൽ കള്ളക്കത്തുണ്ടാക്കി. എന്നിട്ട് ഈ കലാപകാരികൾ ഇറാഖിലേക്ക് ആളെ പറഞ്ഞേക്കാൻ, മിസ്രിലേക്ക് ആളെ പറഞ്ഞേക്കാൻ ഒരൊട്ടകപ്പുറത്ത് മുഖംമൂടി ധരിച്ചുകൊണ്ട് ഒരാൾ മിസ്രിലേക്ക് എത്തുകയാണ്. അയാളുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നി അവിടുത്തെ ആളുകള് അവരദ്ദേഹത്തെ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അയാൾ പറഞ്ഞു, ഞാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വരികയാണ്. എന്തിനാ വന്നത്? ഇതാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കത്തിന്റെ കയ്യിലുണ്ട്. എന്താണ് കത്ത്? അവർ തുറന്നു വായിച്ചു നോക്കി. മിൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്ന് പറഞ്ഞ് കള്ളക്കത്താണത്. എന്നിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ പേരിൽ വ്യാജ സീൽ ഉണ്ടാക്കിയിരിക്കുന്നു. എന്താണ് കത്തിലുള്ളത്? ഈ നാട്ടിലെ ഗവർണറെ, അതുപോലെ തന്നെ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന അനുയായികളെയും കൊന്നുകളയണം. ഇത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേരിൽ കള്ളക്കത്തുണ്ടാക്കി പറഞ്ഞു. സ്വാഭാവികമായിക്കൊണ്ടും ആ നാട്ടുകാർ പ്രതികരിച്ചു. ഇത് ഉസ്മാൻ റളിയല്ലാഹു അറിഞ്ഞിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേരിൽ ഈ വ്യാജന്മാർ, ഈ ഖവാരിജികളായ കള്ളന്മാർ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അദ്ദേഹത്തിന്റെ പേരിൽ കള്ളക്കത്തുണ്ടാക്കി സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കുകയാണ്. അവർ സ്വാഭാവികമായിക്കൊണ്ട് ഉസ്മാൻ റളിയല്ലാഹുവിനെതിരെ തിരിഞ്ഞു. അവർ മദീനയിൽ അക്രമത്തിന് വന്നു. അങ്ങനെയാണ് മദീന ആക്രമിക്കപ്പെടുന്നത്. ഈ ഖവാരിജികൾ ഒറ്റക്കെട്ടായി ഈ ഒരു കള്ളക്കത്തും അതുപോലെ തന്നെ കള്ള സീലും ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിക ഖിലാഫത്തിനെ തകർക്കാൻ വേണ്ടി അവർ കോപ്പുകൂട്ടുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, ഇങ്ങനെയാണ് ഇസ്ലാമിക സമൂഹത്തിൽ ഫിത്നകൾ ഉണ്ടാകുക. ഏത് കാലഘട്ടത്തിലും അങ്ങനെ തന്നെ. വ്യാജമായ രേഖകൾ ഉണ്ടാക്കുക, വ്യാജരേഖകൾ ചമച്ചുണ്ടാക്കുക, എന്നിട്ട് സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കുക. അത് ചരിത്രത്തിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവർ മദീനയിലേക്ക് വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ സഹാബത്ത് മുന്നിലേക്ക് വന്നു. എന്തുകൊണ്ടും സഹാബത്തിന് അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതിനവരെ സമ്മതിച്ചില്ല. അവിടെ സഹാബത്തിന്റെ അച്ചടക്കം നോക്കണം നിങ്ങൾ. മദീനയിൽ സഹാബത്തുണ്ട്, പക്ഷെ മിസ്റിൽ നിന്നും കൂഫയിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള ഈ കലാപകാരികൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ വീട് വളയുകയും അദ്ദേഹത്തിന്റെ വീട്ടു തടങ്കലാക്കുകയും ചെയ്തു. സഹാബത്ത് അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു കൽപ്പന കൊടുത്താൽ അവിടെ യുദ്ധം നടക്കും. പക്ഷെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അതിന് കൽപ്പന കൊടുത്തില്ല. ആ ഖലീഫയുടെ കൽപ്പന കിട്ടാതെ ഒരു സഹാബിയും, ഇതാണ് ഇസ്ലാമിക സമൂഹത്തിൽ അച്ചടക്കം എന്ന് പറഞ്ഞത്. ആ ഖലീഫയുടെ കൽപ്പന കിട്ടാതെ ഒരു സഹാബി പോലും ഈ ആളുകൾക്കെതിരെ മുന്നോട്ട് വന്നില്ല. കാരണം ഖലീഫ ഇവിടെ ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ ആ ഇസ്ലാമിക ഭരണാധികാരിയുടെ അനുവാദമില്ലാതെ ഒരു യുദ്ധം നടത്താനോ അതല്ലെങ്കിൽ ഒരു സംഗതി അടിച്ചമർത്താനോ പാടില്ല. അത് ഇസ്ലാമിക സമൂഹത്തിന്റെ അച്ചടക്കത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സഹാബത്തിന് മുതിർന്നില്ല. അവർ അദ്ദേഹത്തിന്റെ വീട്ടിൽ പ്രതിരോധം എത്രത്തോളം ചോദിച്ചാൽ അവർ മസ്ജിദ് നബവി കൈയടക്കുകയും അവിടെ റസൂലുള്ളാഹിന്റെ സഹാബത്ത് ജീവിച്ച നാട്ടിൽ ആ റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ ഒഴിവാക്കി ഈ കലാപകാരികൾ ഇമാമത്ത് നിൽക്കാൻ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ. അപ്പൊ ചില സഹാബിമാർക്ക് സംശയം, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള, ജാബിർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരുപാട് സഹാബത്ത് മദീനയിലുണ്ട്. റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച ആൾക്കാർ, ഓരാണ് ഇമാമത്ത് നിൽക്കാൻ ഏറ്റവും അർഹരായിട്ടുള്ള ആൾക്കാർ. പക്ഷേ ഈ കലാപകാരികൾ ഇമാമത്ത് നിൽക്കാൻ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നമ്മൾ വീട്ടിൽ തടങ്കിൽ പുറത്ത് കറങ്ങാൻ സംഭവിക്കണില്ല. ഈ സഹാബത്ത് പല ആളുകളും അബ്ദുല്ലാഹിബിനു അദീനെ പോലുള്ള സഹാബത്ത് ഉസ്മാൻ റളിയല്ലാഹു അടുക്കൽ ചെന്ന് പറഞ്ഞു, നിങ്ങൾ നോക്കൂ, അവരുടെ ബാക്കിൽ നിങ്ങൾ നിസ്കരിക്കണം, അവർ കലാപകാരികളാണ്, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കാണ്. സഹാബത്ത് ഒരൊറ്റ ജമാഅത്ത് ഒഴിവാക്കിയിരുന്നില്ല. അവർ ജമാഅത്തിന്റെ കാര്യത്തിൽ കണിശതയുള്ള ആൾക്കാരായിരുന്നു. അവർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്ന് ഫത്വ ചോദിച്ചു, എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അവിടെ ബാക്കി നമസ്കരിക്കുക. നിങ്ങൾ ആലോചിക്കുന്നു, അതൊരു ഫിത്ന ഒഴിവാക്കാൻ വേണ്ടി, സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഫിത്ന ഒഴിവാക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ആ ഇമാമിന്റെ പേരിൽ എല്ലാം നിസ്കരിച്ച് വേറെ ഇമാമത്തോടെ ഉണ്ടായിക്കഴിഞ്ഞാൽ പള്ളിയിൽ ഫിത്ന ഉണ്ടാകും.
ആ ഫിത്ന ഒഴിവാക്കാൻ വേണ്ടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പന അവർ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സഹാബത്ത് ഉണ്ടായിരുന്നു, റസൂലുള്ളാഹിന്റെ സഹാബത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ജീവിച്ചിരുന്നിട്ടും അവർ ഈ ആളുകളെ ബാക്കിൽ നമസ്കരിക്കും. നിങ്ങൾ ആലോചിച്ചു, ഒരു ഫിത്ന ഒഴിവാക്കുക, സമൂഹത്തിൽ പ്രശ്നവും അതുപോലെ തന്നെ കാലുഷ്യവും ഒഴിവാക്കുക എന്നുള്ളതാണ് ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിക ഭരണാധികാരികളും അതുപോലെ തന്നെ ഇസ്ലാമിക നേതൃത്വവും സ്വീകരിക്കേണ്ട നിലപാട്. അദ്ദേഹം വീട്ടുതടങ്കിലാക്കി. അദ്ദേഹത്തോട് അവർ പറഞ്ഞു, ഇത്ര ദിവസം കൊണ്ട് താങ്കളെ ഞങ്ങൾ വധിച്ചു കളയും. അദ്ദേഹം പേടിയൊന്നും ആയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാഗ്ദാനമാണ്, അവർ താങ്കളെ വധിക്കും. അലാ ഫിത്നത്തിൻ തകൂൻ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ. താങ്കൾക്ക് ഷഹാദത്ത് ഉണ്ടാകും, പക്ഷെ ചില ഫിത്നകൾക്ക് ശേഷം. ആ സന്ദർഭത്തിൽ ഈ കരാപകാരികളോട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു മുസ്ലിമിന്റെ രക്തം ഒരു മുസ്ലിമിന് ചിന്തണമെങ്കിൽ മൂന്നിൽ ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കണം. മൂന്നിലൊരു കാര്യം സംഭവിച്ചാലേ അനുവദനീയമാകുള്ളൂ മുസ്ലിമിന്റെ രക്തം. ഒന്ന്, അയാൾ വ്യഭിചരിക്കണം. എങ്ങനെ വ്യഭിചരിക്കണം? വിവാഹിതനായിക്കൊണ്ട്. അയാൾ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അയാൾ ഇസ്ലാമിക ഭരണകൂടത്തിന് വധിക്കാനുള്ള അധികാരമുണ്ട്. അതല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം, മറ്റൊരാളെ അയാൾ കൊല്ലണം. അതല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം, അയാൾ ഇസ്ലാം എന്ന് പുറത്ത് മുർത്തദ്ദായി പോകണം. ഈ മൂന്ന് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്താലേ ഒരു മുസ്ലിമിനെ കൊല്ലാൻ, അതും ഭരണാധികാരികൾ കൊല്ലാൻ അനുവാദമുള്ളൂ. എന്നിട്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അദ്ദേഹം വല്ലാഹി മാ സനതു ഫീ ജാഹിലിയ്യ വലാ ഫിൽ ഇസ്ലാമി ഖത്തു. ഞാൻ ജാഹിലിയ കാലഘട്ടത്തിലായിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും, ഇസ്ലാം ആയിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ഞാൻ ഒരിക്കലും വ്യഭിചരിച്ചിട്ടില്ല. വിചാരത്തിന്റെ അടുത്തേക്ക് ഞാൻ പോലും പോയിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കൊല്ലുന്നത്? രണ്ടാമത്, വല്ലാഹി മാ ഹബത്തു അന്ന ലീ ദീനൻ ബദലൻ അൻ ദീനി മുൻദു മാ അസ്ലംതു. അല്ലാഹുവിന്റെ ദീൻ സ്വീകരിച്ചത് മുതൽ ഈ ദീൻ ഒഴിവാക്കി മറ്റൊരു ദീൻ സ്വീകരിക്കണമെന്ന് ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും ആഗ്രഹിച്ചില്ല. ഞാൻ ഒരിക്കലും മുർത്തദ്ദല്ല. മൂന്നാമത്തെ കാര്യം, വലാ ഖതൽതു നഫ്സൻ, ഞാനൊരു മനുഷ്യനെയും കൊന്നിട്ട് പോലുമില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നെ വധിക്കുന്നത് എന്ന് ആ കലാപകാരികളോട് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ സത്യത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതല്ല, ഫിത്ന ഉണ്ടാകുന്ന എപ്പോഴും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹക്ക് അവിടെ ഉണ്ടെങ്കിലും ആ ഹക്കൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് പലപ്പോഴും ഫിത്ന മാത്രമായിരിക്കും ആളുകൾക്ക് ഉദ്ദേശം ഉണ്ടാകും. ഏത് കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ വീട് അവർ വളയുകയും ആ സന്ദർഭത്തിൽ ഇസ്ലാമിന് വേണ്ടി ചെയ്ത സേവനങ്ങളൊക്കെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. കാരണം എന്നിട്ടെങ്കിലും ഈ ഫിത്നക്കാരുടെ മനസ്സൊന്ന് അലിഞ്ഞ് അവർ ഈ വലിയ തിന്മയിൽ നിന്ന് പിന്മാറിയെങ്കിലോ അല്ലെങ്കിൽ അവർക്കെതിരെ ഹുജ്ജത്തുണ്ടാക്കുന്ന അർത്ഥത്തിൽ അദ്ദേഹം ഒരുപാട് കടൽ മുസ്ലിമീങ്ങൾക്ക് വാങ്ങിക്കൊടുത്തതും അതുപോലെ തന്നെ തബൂക്ക് യുദ്ധത്തിൽ അദ്ദേഹം മുസ്ലിമീങ്ങളെ സഹായിച്ചതുമെല്ലാം അദ്ദേഹം എടുത്തു പറയുന്നു. സഫിയ റളിയല്ലാഹു അൻഹ സന്ദർഭത്തിൽ മദീനയിലുണ്ട്. അവർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ, റസൂലുള്ളാഹിന്റെ ഭാര്യയാണ് അവർ. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രതിരോധിക്ക് വന്നപ്പോൾ ആ സഫിയ റസൂലുള്ളാഹിന്റെ ഭാര്യയായ ഉമ്മഹാത്തുൽ മുഅ്മിനീനെ വരെ ഈ കലാപകാരികൾ ആക്രമിക്കാൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാഫിറാണെന്നാണ് അവരുടെ വാദം. എന്താണ് ഖവാരിജിയത്ത്? ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഫിത്ന തുടങ്ങാണ് ഇവിടെ. ഇത് ഇന്നുണ്ട്. ഇസ്ലാമിക ഭരണാധികാരികളെ കാഫിറായി പ്രഖ്യാപിക്കുക, സഹാബത്തിനെ കാഫിറായി പ്രഖ്യാപിക്കുക, എന്നിട്ട് ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ വിപ്ലവം നയിക്കുക. അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ മുൻഗാമികളാണ് അവർ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കാഫിറായി പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് അവർ കയറി. എന്നിട്ട് അതിൽ അൽ ഖാഫിഖ് ഇബ്നു ഹർബ് എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊന്നത്. അയാൾ ആയത്തോതിട്ടാ കൊന്നത്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് വബൈനി വബൈനക കിതാബുല്ലാഹ്, എന്റെയും താങ്കളുടെയും ഇടയിൽ അള്ളാഹുവിന്റെ കിതാബിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഞാൻ താങ്കളെ കൊല്ലുന്നത്. താങ്കൾ കാഫിറായി പോയിരിക്കുന്നു എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി റസൂലുള്ളാഹി സ്വർഗ്ഗമുണ്ടെന്ന് പറഞ്ഞ ആ സഹാബിയുടെ മുഖത്ത് നോക്കി അദ്ദേഹത്തിന്റെ പരടിയിൽ വെട്ടാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അറിയാം ഏത് സമയം കൊല്ലപ്പെടുമെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നും നോമ്പെടുത്തിരുന്നു. കാരണം അദ്ദേഹത്തിന് ചില റിവായത്തിൽ കാണാം, അദ്ദേഹത്തിന് സ്വപ്നത്തിൽ സ്വപ്നം കണ്ടു എന്നാ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സ്വപ്നം കണ്ടു. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്തിർ യാ ഉസ്മാൻ ഇൻദനാ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു താങ്കൾക്ക് ഞങ്ങളുടെ കൂടെ നോമ്പ് തുറക്കാം, എന്റെ അടുത്ത് താങ്കൾ നോമ്പ് തുറക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് തന്നെ എന്നും നോമ്പ് നോറ്റിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ ദിവസം അദ്ദേഹം നോമ്പുകാരനായിരുന്നു. നല്ല വസ്ത്രം ധരിക്കും, അഥവാ താൻ കൊല്ലപ്പെടുമ്പോൾ തന്റെ ഔറത്തൊരിക്കലും പുറത്തേക്ക് കാണാൻ പാടില്ല എന്ന ആഗ്രഹത്താൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നല്ല വസ്ത്രം ധരിച്ച്, പൂർണ്ണമായി വസ്ത്രം ധരിച്ച് ഔറത്ത് പോലും കാണാൻ പറ്റാത്ത
കാരണം അദ്ദേഹം ഏറ്റവും ലജ്ജയുള്ള, ഈ ഉമ്മത്തിലെ ഏറ്റവും ലജ്ജയുള്ള വ്യക്തിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്റെ ഔറത്ത് പുറത്ത് കാണാതിരിക്കാൻ നന്നായി വസ്ത്രം ധരിച്ച് അങ്ങനെ സൂറത്തുൽ ബഖറ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതു ബിഹി ഫഖദ് ഇഹ്തദു വഇൻ തവല്ലു എന്ന് തുടങ്ങിയ ആയത്ത് അദ്ദേഹം സൂറത്തുൽ ബഖറ 137 ആയത്തിൽ ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം എന്ന് അദ്ദേഹം പാരായണം ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കഴുത്ത് തന്റെ ശിരസിൽ നിന്ന് വേർപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗമുണ്ടെന്ന് പറഞ്ഞ ആ സഹാബിയുടെ രക്തം പ്രവാചകന്റെ 2 പെൺമക്കളെ കല്യാണം കഴിച്ച ഭൂമിയിൽ ഒരു മനുഷ്യൻ പോലും അങ്ങനെയില്ല. തന്റെ ഒരു പ്രവാചകന്റെ 2 പെൺമക്കളെ കല്യാണം കഴിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തം അദ്ദേഹത്തിന്റെ മുസ്ഹഫിലേക്ക് ചീറ്റുകയും അദ്ദേഹത്തിന്റെ തല ആ മുസ്ഹഫിലേക്ക് വീഴുകയും ചെയ്യുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിക ലോകത്ത് ആദ്യത്തെ ഫിത്ന ഇവിടെ തുടക്കം പെടാൻ. എന്നിട്ട് ഈ ഫിത്ന ഉണ്ടാക്കിയ ആളുകളുടെ ഒരു മാനസിക നില നിങ്ങൾ നോക്കണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുസ്ഹഫിൽ അദ്ദേഹത്തിന്റെ തല വീണ് കിടക്കുമ്പോൾ ഒരു ഖാരിജിയായ ഈ ഫിത്നക്കാരൻ ആ മുസ്ഹഫിൽ നിന്ന് തന്റെ കാലുകൊണ്ട് ആ തല തട്ടി മാറ്റാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ തല. എന്നയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഫമാ റഅയ്തുൽ യൗമ വജ്ഹ കാഫിൻ അഹ്സൻ. ഇന്ന് ഞാൻ കണ്ട കാഫിറിന്റെ മുഖം ആണിത്. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു കാഫിറായ ഒരു മനുഷ്യരായിക്കൊണ്ടാണ് ഇവർ ചിത്രീകരിച്ചത്. മാത്രമല്ല ഫമാ വലാ മദ്ജഅ കാഫിരിൻ അക്രം, ഒരു കാഫിർ മരിച്ചു കിടക്കുന്നത് ഇത്രയും നല്ല കാഴ്ച ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതാണ് സഹോദരന്മാരെ സമൂഹത്തിൽ ഫിത്ന എന്ന് പറഞ്ഞത്. എന്നിട്ട് മാത്രമല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീടും ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ആ ഭവനവും മദീനയും കൊള്ളയടിച്ചുകൊണ്ടാണ് ഈ സംഘം പോയിട്ടുള്ളത്. ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിക ലോകത്ത് ഫിത്ന ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഒന്ന് ഇസ്ലാമികത്തിൽ മറ്റുള്ള ആളുടെ മേൽ ശിർക്ക് ആരോപിക്കുക, കുഫർ ആരോപിക്കുക, കാഫറ എന്ന് പറയാം. രണ്ടാമത്തെ സാമ്പത്തിക നേട്ടം, ഭൗതികമായ നേട്ടം. ഈ നേട്ടമാണ് ഏത് കാലഘട്ടത്തിലും മുസ്ലിം സമുദായത്തിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് നടക്കുന്ന ഫിത്നകൾ പരിശോധിച്ച് നോക്കിയാൽ ഈ ചരിത്രത്തിന്റെ ആവർത്തനം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള ഫിത്നകളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഫിത്നകളിൽ നിന്ന് കഴിവും ഒഴിഞ്ഞു നിൽക്കാനാണ് നമ്മൾ ഏത് കാലഘട്ടത്തിൽ ശ്രമിക്കുന്നത്. ഇതാണ് ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഫിത്ന ഉണ്ടാകുമ്പോൾ ഒഴിഞ്ഞു നിൽക്കുക. അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. സമൂഹത്തിലുണ്ടാകുന്ന ഫിത്ന ഒരു മനുഷ്യനെ കൊല്ലുന്നതിനേക്കാൾ ഭയാനകമാണ്, ഭീകരമാണെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഫിത്നയിൽ ഒരിക്കലും നമ്മുടെ കയ്യിൽ ഫിത്നയുടെ ചോര അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വൃത്തികേടുകൾ നമ്മുടെ കയ്യിൽ പതിയാൻ പാടില്ല. അത്തരം കാലഘട്ടങ്ങളിൽ നമ്മൾ എടുക്കുന്ന നിലപാടുകൾ സൂക്ഷ്മമായ നിലപാടുകളായിരിക്കണം. വസ്തുതകൾക്ക് വിരുദ്ധമാകാതെ വസ്തുതകൾ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ഏത് കാലഘട്ടത്തിലും നിലപാടുകൾ സ്വീകരിക്കണം. ഇന്നും നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും മറ്റുള്ളവരെ പേര് ശിർക്ക് ആരോപിക്കുക, ഓൻ കാഫറ എന്ന് പറയാ, അതുപോലെ തന്നെ ഓൻ ജിന്നോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാന്ന് പറയാ. ഇന്മാരി കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കുക. ഇതൊക്കെ ഇതിന് തുടർച്ചയായി നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഫിത്നകളിൽ നിന്നും നമ്മെ, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ അതിന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഖവാരിജികളുടെ പിൻഗാമികളായിക്കൊണ്ട് കടന്നു വന്ന ആ ചിന്തകൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പം ഇന്നത്തെ സമൂഹത്തിൽ IS പോലെയുള്ള ഈ ഭീകരവാദികൾ. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വയദഊന അഹ്ലൽ ഔസാൻ. അവർ യുദ്ധം ചെയ്യുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളോടോ അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ പുറത്തുള്ളവരോടോ അല്ല, മുസ്ലിമീങ്ങളോടായിരിക്കും. ഔസാൻ ആരാധിക്കുന്ന, വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന കാഫറുകളോട് അവർ യുദ്ധം ചെയ്യൂല. ഇത് തന്നെയാണ് ഈ കാലഘട്ടത്തിലെയും ഭീകരവാദികളുടെ ഒരടയാളം. രണ്ടാമത് ഹദീസിൽ കാണാം, ഇസ്ലാമിക സമൂഹത്തിൽ കുഫർ ആരോപിച്ച് ശിർക്ക് ആരോപിച്ചുകൊണ്ടായിരിക്കും അവർ ഫിത്നകൾക്ക് തുടക്കം കുറിക്കുക. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് തുടങ്ങിയത്. അതിന്നും അനവരതം തുറന്നുകൊണ്ടേയിരിക്കാൻ. ഈ ആളുകളുടെ പേരും അതുപോലെ തന്നെ നിറവും ജാതിയും ഒക്കെ മാറി വരുന്നല്ലാതെ
അതിന്റെ അടിസ്ഥാനം ഒന്ന് തന്നെയായിരിക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഈ ഏത് കാലഘട്ടത്തിലും ഫിത്ന ഉണ്ടാക്കുന്നവർ ഉലമാക്കളാവില്ല. ഹദസാ ഉല്ലസ്നാൻ, യുവാക്കളും വിവേകമില്ലാത്തവരും അതുപോലെ തന്നെ ഇൽമ് കുറഞ്ഞവരുമായിരിക്കും. അത് ഏത് കാലഘട്ടത്തിലും ഫിത്ന ഉണ്ടാകുമ്പോൾ ഇൽമുള്ള ആളുകളുടെ കൂടെ നിൽക്കുക, ഉലമാന്റെ കൂടെ നിൽക്കുക എന്ന രക്ഷപ്പെടും. റസൂലുള്ളാഹിന്റെ സഹാബത്ത് നോക്കൂ, ഖവാരിജുകളുടെ ഫിത്ന ഉണ്ടായി. ഈ കാലഘട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്താവയിൽ പറയുന്നുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഫിത്ന ഉണ്ടാക്കിയത് ഒരൊറ്റ സഹാബിയില്ല, ഒരു സഹാബിയുടെ മകൻ പോലുമില്ല. അബ്ദുല്ലാഹിബ്നു മഹാന അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൻ ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ഷിയാക്കൾ ഉണ്ടാക്കിയൊരു കള്ളക്കഥ ഉണ്ട്, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും. അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ കൊന്ന കൂട്ടത്തിലുണ്ട്. അത് കള്ളക്കഥയാണ്, ഷിയാക്കൾ ഉണ്ടാക്കിയ കള്ളക്കഥ. ഒരു സഹാബിയുടെ മകൻ പോലും ആ ഫിത്നയിലില്ല, കാരണം അവർക്ക് ഇൽമുള്ളവരായിരുന്നു. അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഖവാരിജുകൾ പ്രത്യക്ഷത്തിൽ വന്നപ്പോഴും അതിലൊറ്റ സഹാബില്ല. ഏത് കാലഘട്ടത്തിലും ഇൽമുള്ളവരുടെ കൂടെ നിൽക്കുക, അതാണ് ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഒരു കാര്യം, ഒരു വസ്തുത നമ്മൾ കേട്ടാൽ, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅക്കും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു, വിശ്വാസികളെ ഒരു ഫാസിഖ്, ഒരു തമ്മാടി എന്തെങ്കിലും വാർത്തയുമായി നിങ്ങളുടെ സമൂഹത്തിലേക്ക് വന്നാൽ അതുകൊണ്ട് കേട്ട പാതി കേൾക്കാത്ത പാതി മുണങ്ങി എമ്പക്കും വിടല്ല. ഫതബയ്യനു, നിങ്ങൾ അതിനെ സംബന്ധിച്ച് ശരിക്കും ആലോചിച്ച് പഠിക്കണം, നിങ്ങൾ അന്വേഷിക്കണം. ഇത് അന്വേഷിച്ചു കഴിഞ്ഞാൽ തന്നെ അതിന്റെ വസ്തുത മനസ്സിലായാൽ ഫിത്ന രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും എന്നുകൂടി സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇതേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മുടെ മലയാളത്തിൽ ചില ആളുകൾ എഴുതിക്കൂട്ടി, എന്താ അറിയും, ഇസ്ലാമിനും ജാഹിലിയത്തിനും ഇടക്കുള്ള ഇടക്കണ്ണിയാണ് ഉസ്മാൻ എന്ന് മലയാളത്തിൽ എഴുതി വെച്ച ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് കേരളത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇസ്ലാമിനും ജാഹിലിയത്തിനും ഇടക്കുള്ള ഇടക്കണ്ണിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന് എഴുതി വെച്ച് ഇസ്ലാമിക സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊന്നുണ്ട് കേരളത്തിൽ. എത്ര വലിയ ഗുരുതരമായ ഷിയാക്കളുടെ ആരോപണം. ആ ഷിയാക്കളുടെ കിതാബ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് അതാണ് അഹ്ലുസുന്ന എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. സഹാബത്തിന്റെ രക്തത്തിലോ സഹാബത്തിന്റെ ആക്ഷേപത്തിലോ നമ്മുടെ നാവിന് ഒരിക്കലും പങ്കുണ്ടാകാൻ പാടില്ല. അള്ളാഹ് അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ പോയ സ്വർഗത്തിലേക്ക് പോകാനാണ് നമ്മൾ ഓരോരുത്തരും കൊതിച്ചുകൊണ്ടിരിക്കുന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പുതിയ വർഷമൊക്കെ വരികയാണ്. പലപ്പോഴും ന്യൂ ഇയർ ആഘോഷങ്ങളിൽ മുസ്ലിമീൻ മാപ്പടച്ചക്കന്മാരാണ് നമ്മളുള്ള ഈ ഇത്തരം ആഘോഷങ്ങൾക്കൊക്കെ പലപ്പോഴും മുമ്പിലുണ്ടാകുക. ഡിസംബർ 31 അന്ന് രാത്രി 12 മണിക്ക് ആഘോഷിക്കാൻ വേണ്ടി ഉറക്കമിളച്ച് കണ്ണും നട്ടിരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. എന്താ കിട്ടുക? ഒന്നും കിട്ടില്ല. കുറെ പൈസ പോവും, കുറെ കള്ളു കുടിക്കും, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ച് ഒച്ചുണ്ടാക്കി. തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. 12 മണി കഴിഞ്ഞ ബൈക്ക് ഇങ്ങനെ ഒച്ചുണ്ടാക്കി പായ. ആർക്ക് വേണ്ടിയാണ് ഈ പായുന്നത്? ഈ ഓട്ടപ്പാച്ചിനിടയിൽ ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ ഉള്ളിലേക്ക് ചാരി ചതഞ്ഞരിഞ്ഞ് ഭൂമിയിൽ നിന്ന് ജീവിതം അവസാനിച്ചു പോയാൽ ദുനിയാവ് ഹസ്രത്ത് ദുനിയാവല്ല ആഖിറ എന്നല്ലാതെ എന്ത് കിട്ടാനാ? അതുകൊണ്ട് സഹോദരന്മാർ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന ഓരോ നിമിഷവും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അതിങ്ങനെ കുറെ ഒച്ചംപൊളി ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ബൈക്ക് ഓടിച്ച് ആളുകളെ ബുദ്ധിമുട്ടിച്ച്, അല്ലെങ്കിൽ നിയമപാലകന്മാർക്കൊരു പണിയുണ്ടാക്കി ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അവൻ ഓരോ ദിവസവും പുതിയതാണ്, ഓരോ സെക്കൻഡുകളും അവന് പുതിയതാണ്. വർഷവും കലണ്ടറും മാറി മാറി വരും. റസൂൽ പറഞ്ഞു, മൻ താല ഉംറുഹു വഹസുന അമലുഹു, ഒരാൾക്ക് ആയുസ് നീട്ടിക്കിട്ടി അതിനനുസരിച്ച് അവന്റെ അമൽ നന്നായാൽ അതാണ് ഏറ്റവും വലിയ വിജയം. അല്ലാതെ കിട്ടിയ ആയുസ് മുന്നേ അടിച്ചു പൊളിച്ച് ഉള്ള അമല് കൂടി പൊളിക്കുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അതവന് നഷ്ടമാണ് ഉണ്ടാകുക. ദുനിയാവിൽ നഷ്ടമായിരിക്കും, പരലോകത്ത് നഷ്ടമായിരിക്കും. അതുകൊണ്ട് അമ്മാരി തോന്നിവാസങ്ങൾക്കൊന്നും നമ്മൾ ആരും മുതിരാൻ പാടില്ല എന്ന് പ്രത്യേകിച്ചും യുവാക്കളെ ഒരു സ്നേഹബുദ്ധി ഉണർത്തുകയാണ് നമ്മൾ ചെയ്യുന്നുണ്ടെന്നല്ല. പലപ്പോഴും സമൂഹത്തിൽ അതൊക്കെ ചെയ്യുമ്പോൾ ചെയ്യണോലവിടെ ചെയ്തോട്ടെ, നമ്മളിപ്പോ എന്തിനെ എതിർക്കാൻ പോകണം? ബനീ ഇസ്രായേൽ ചില ആൾക്കാർ പറഞ്ഞില്ലേ, ലിമ തഅയ്യൂന ഖൗമൻ ലില്ലാഹി മുഹ്ലിക്കും, ഈ ശനിയാഴ്ച മീൻ പിടിക്കുന്നവരെ പിടിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ ഉപദേശിക്കാൻ പോകണം? വലിയ ഉപദേശികളാകുന്നത്. ഉപദേശമാണ് ഏറ്റവും വലിയ ആളുകൾക്ക് വെറുപ്പുള്ള കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ. ആരും ഉപദേശിക്കാൻ പാടില്ല.
അവർ ഉപദേശിക്കേണ്ടത് വെച്ചാൽ ഓരോ സൂപ്പർ സ്റ്റാറുകളും അതുപോലെ തന്നെ മതം പഠിച്ചവരോ അല്ലെങ്കിൽ മാതാപിതാക്കളോ അല്ലെങ്കിൽ വേറെ ആരും ഉപദേശിക്കുന്ന ആർക്ക് ഇഷ്ടമല്ലാത്ത കാലഘട്ടമാണ്. സഹോദരൻ, അതൊക്കെ ഫിത്തനുകളെ നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുക. വലാ തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എവിടെ മരിച്ചാലും മുസ്ലിം ആയിക്കൊണ്ട് മരിക്കുന്നൊരവസ്ഥ ഉണ്ടാകണം. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ലോകത്ത് ഉള്ള എല്ലാ ഫിത്തനുകളിൽ നിന്നും, ഇരു ലോകത്തുമുള്ള എല്ലാ ഫിത്തനുകളിൽ നിന്നും അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന അപവാദ പ്രചരണങ്ങളിൽ നിന്നും ഫിത്തനുകളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എവിടെ വെച്ച് മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടുകൂടി മരണപ്പെടുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയി ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. രോഗം മൂലം കഷ്ടപ്പെടുന്ന, കടബാധ്യത മൂലം പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ പണ്ഡിതന്മാർ, നമുക്കറിയാം ഹാരിസ് ബിൻ സലീം അദ്ദേഹം ആശുപത്രിയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും അതുപോലെ തന്നെ രോഗികളായി കിടക്കുന്ന മറ്റെല്ലാവർക്കും പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാറാ രോഗങ്ങളിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിം സഹോദരന്മാർ, സഹോദരിമാർ, നമ്മുടെ പിഞ്ചുമക്കൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك.